അപ്പോൾ എൻ്റെ കോളേജിലെ ചെറിയ രീതിക്കുള്ള ഒരു വലിയ ഓണാഘോഷമാട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ് എനിക്കൊരു മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിൻ്റെ അന്നത്തെ പരിപാടിയാണ്. നേരത്തെ കണ്ടത് തലേന്ന് അതിൻ്റെ നെയിം റിവീലിംഗ് ആയിരുന്നു കേട്ടോ. തിരിഞ്ഞോണം എന്നായിരുന്നു നമ്മുടെ ഓണം പരിപാടിൻ്റെ പേരുണ്ടായിരുന്നത്. ഇത് മിസ്സുമാരുടെ തിരുവാതിര ആയിരുന്നു കേട്ടോ. സംഭവം നല്ല കളറായിരുന്നു. തിരുവാതിരയൊക്കെ കഴിഞ്ഞ് മിസ്മാരുടെ തിരുവാതിര കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിരുന്നു സദ്യ ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇല വന്ന് പിന്നെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നല്ല സദ്യയായിരുന്നു. ഈ ഒരു മഞ്ഞ കളർ സാധനം ഉണ്ടല്ലോ, അവിയലില്ലാണ്ടൊരു സാധനം, ആ സാധനം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് പേരാണല്ലോ വിളമ്പാൻ നിൽക്കണം. അപ്പോൾ അവർ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ക്ലാസ്സുകളിലും നടന്നിങ്ങനെ ആ ഒരു ഫ്ലോറിൽ ആട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. റീനു ഇപ്പം തന്നെ അതൊക്കെ ടേസ്റ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ, ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ഇട്ടുണ്ടായിരുന്നല്ലോ, അവളെ കാണാൻ വേണ്ടി പോകുന്നത്. ആൾക്കൊരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവളെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാ ഓരോന്നൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ചേച്ചി വന്നിട്ടേ ഇല പിടിക്കടാന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് എന്നെ പിടിക്കടാന്നാണ്. അപ്പോൾ ഞാൻ ചേച്ചിനെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇല പിടിക്കടാ. അപ്പോൾ ഞാൻ ഇല വീഡിയോ എടുക്കാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇല ഇങ്ങനെ ചോറ് പോകാണ്ടിരിക്കാൻ എങ്ങനെ പിടിക്കാനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. മനസ്സിലാവേണ്ടേ, എനിക്ക് വ്ളോഗ് എടുക്കണം എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങനെ പറഞ്ഞ് ഇതായപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ വിട്ടുപോയത്. വേറെ ആളുടെ ഇലയിൽ സാമ്പാർ ഒഴിക്കണ വീഡിയോ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇലയിൽ ഇടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ വരുന്നത് ആകസ്മികമല്ലല്ലോ, അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. കണ്ടോ, ഞാനൊക്കെ ഓൾറെഡി കഴിച്ച് തുടങ്ങിയിട്ടാട്ടോ പപ്പടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തെ കുറച്ച് ടീംസിന് സാമ്പാർ കിട്ടാണ്ടിരിക്കണുണ്ടായിരുന്നു, അവർ കഴിക്കാണ്ട്. നമ്മൾ സെക്കൻഡ് ട്രിപ്പൊക്കെ തുടങ്ങിയിട്ടാണ് അവർക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് ഒരു വീട് കണ്ടിട്ട് അങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ചെങ്കൽ വീടില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് ഹിന്ദുസിൻ്റെ വീടാണെന്നാണ്, അങ്ങനൊരു വൈബാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അത് മുസ്ലിംസിൻ്റെ വീടായിരുന്നു ഗൈസ്. നമ്മൾ പോണ റൂട്ടിലുണ്ടായിരുന്ന വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു, വീട്ടിലും സ്കൂളിലും കോളേജിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ഓണം വെക്കേഷൻ എന്താണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഓണം വെക്കേഷന് ഇൻറ്റേൺഷിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗന്നാൻ്റെ ചെരുപ്പാണ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാനത് അയച്ച് പിടിച്ചിട്ടാണ് കുറച്ച് നേരം നടന്നിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.